Hello everyone, welcome back. അപ്പോൾ നമുക്കിന്ന് വേർഡ് ഫോർമേഷൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ വേർഡ് ഫോർമേഷനിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത് നമ്മുടെ കോമ്പൗണ്ടിങ്, ബ്ലെൻഡിങ് അല്ലെങ്കിൽ പോർട്ട്മാൻറ്റോ വേർഡ്സ് ഒക്കെ ആയിരുന്നു. പിന്നെ ക്ലിപ്പിംഗ് എക്സാമ്പിൾസ് കണ്ടു. പിന്നെ നമ്മൾ അബ്രിവിയേഷൻ, അക്രോണിം ഒക്കെ കണ്ടു. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ആണ്. അപ്പോൾ ഇന്ന് പ്രിഫിക്സ് ആൻഡ് സഫിക്സിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാൽ, ഇന്നലെ ഏകദേശം ഒരു ധാരണ കിട്ടുമായിരിക്കും. കഴിഞ്ഞ എക്സാമിന് ഈ ഇടയ്ക്ക് ചോദിച്ച എക്സാമുകളിൽ ചോദിച്ച മേഖലയാണ് ഈ പ്രിഫിക്സ് സഫിക്സ് എന്നൊക്കെ പറഞ്ഞാൽ. ഡെഫിനിഷൻ അടക്കം ചോദിച്ചിട്ടുണ്ട്. സാധാരണ ചോദിക്കാറില്ലാത്ത ഈ മേഖലയാണ്. പക്ഷെ അങ്ങനെ ഡെഫിനിഷൻ ചോദിക്കാറില്ല, പക്ഷെ ഡെഫിനിഷൻ അടക്കം ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, കുറച്ചുകൂടെ ഒന്ന് ഈ ഒരു കാര്യത്തോട് കുറച്ചുകൂടി ഒന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. കുറച്ച് ഒരു ഐഡിയ നമുക്ക് വേണം. ഇത് നമ്മൾ വൊക്കാബുലറി പാർട്ടിൽ ചോദിക്കുന്ന ചോദ്യമാണ് കേട്ടോ. ഈ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ വൊക്കാബുലറി പാർട്ടിൽ നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്. സോ അതിനെപ്പറ്റി നമുക്ക് കുറച്ചൊരു ഐഡിയ വേണം. അപ്പൊ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് പ്രിഫിക്സ് ആൻഡ് സഫിക്സ്? നമ്മൾ പറയില്ലേ, പല വേർഡ്സിൽ നിന്ന് മറ്റ് വേർഡ്സ് ഫോം ചെയ്യുന്നുണ്ട്. കോമ്പൗണ്ടിങ്ങും, ബ്ലെൻഡിങ്ങും, ക്ലിപ്പിങ്ങും, അതുപോലെ അബ്രീവിയേഷൻ, അക്രോണിം ഒക്കെ എക്സാമ്പിൾസ് ആണ്. അതുപോലെ മറ്റ് ഒരു വേർഡ് ഫോർമേഷൻ ആണ് നമ്മൾ ഈ പറയുന്ന പ്രിഫിക്സ് ആൻഡ് സഫിക്സ്. പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ഉണ്ടെങ്കിൽ, ഒരു സെന്റൻസിൽ പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ വിളിക്കുന്ന പേര്, ഇത് വേർഡ് ഫോർമേഷൻ തന്നെ എങ്ങനെ നിന്ന് വേർഡ് ഫോം ചെയ്യുന്നു. ഈ പ്രിഫിക്സ് ആൻഡ് സഫിക്സിന്റെ മറ്റൊരു പേര് നമ്മൾ പറയും, ദാറ്റ് ഇസ് അഫിക്സേഷൻ. ഈ പ്രിഫിക്സ് ആൻഡ് സഫിക്സിന് പറയുന്ന പേരാണ് അഫിക്സേഷൻസ്. അതായത് അഡീഷണൽ ആട്ടോ, ഫിക്സ് ചെയ്ത് അതിന്റെ കൂടെ ഫിക്സ് ചെയ്തിട്ട് ഫ്രണ്ടിലായിട്ടും ബാക്കിലായിട്ടും ഫിക്സ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ന് പറയാം പ്രിഫിക്സ് ആൻഡ് സഫിക്സ് എന്ന് പറയാം. അഫിക്സേഷൻ ആണ്, രണ്ടിനും കൂടെ ഒരുമിച്ച് പറയാം. ഇനി ഈ അഫിക്സേഷന്, ഈ എന്താ പറയുക, വേർഡ് ഫോർമേഷനിലെ ടെക്നിക്കില് അഫിക്സേഷന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, പ്രിഫിക്സ് യൂസ് ചെയ്യുമ്പോൾ പ്രിഫിക്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറ്റുമെന്നറിയോ? ഒരു സെന്റൻസിൽ ഒരു വേർഡിൽ പ്രിഫിക്സ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആ വേർഡ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് അതിന്റെ ഇപ്പൊ മീനിങ് കണ്ടുപിടിക്കണമെങ്കിൽ ഓക്കെ, ആ വേർഡ് സിനോണിം കണ്ടുപിടിക്കാം. ബിക്കോസ് പ്രിഫിക്സ് നോക്കി നമുക്ക് കണ്ടുപിടിക്കാം അതിന്റെ സിനോണിം എന്താണെന്നുള്ളത്. ലോജിക്കലി പോസിബിൾ ആണ്. അതുപോലെ ചില വേർഡ്സിന്റെ പ്രിഫിക്സ് നെഗറ്റീവ് പ്രിഫിക്സ് ഉണ്ടെങ്കിൽ ആ നെഗറ്റീവ് വേർഡ് നോക്കി നമുക്കത് ഇതിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇത് ആന്റണിം ആയിട്ട് വരുന്ന സാധനമാണ്, ഇത് സിനോണിം അല്ല എന്ന് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ ആന്റണിം ചോദ്യം ചോദിച്ചാൽ ഇത് ആന്റണിം ആണ്, ബിക്കോസ് ഇതിൽ പ്രിഫിക്സ് ഉണ്ട്, നെഗറ്റീവ് പ്രിഫിക്സ് ഉണ്ട് എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് പ്രിഫിക്സ് കൊണ്ടുള്ള ഗുണം. നമ്മളൊരു പ്രിഫിക്സ് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ചാൽ ഇതിനെ വെച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, പോസിറ്റീവ് വേർഡ്സ് ആണോ നെഗറ്റീവ് വേർഡ്സ് ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അഫിക്സേഷൻ വെച്ചുള്ള ഏറ്റവും വലിയൊരു കാര്യം. ഇനി ഇത് മാത്രമല്ല മെയിൻ ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കാരണം നമ്മുടെ സഫിക്സ്, ഒരു സെന്റൻസിൽ സഫിക്സ് ഉള്ളപ്പോഴും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, അതിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. സഫിക്സിൽ നമുക്ക് എന്താ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമെന്നറിയോ? സഫിക്സ് ഉണ്ടെങ്കിൽ നമുക്ക് ഏത് പാർട്ട് ഓഫ് സ്പീച്ചിൽ പെടുന്നു, ഇത് ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ചോദ്യങ്ങൾ ചോദിക്കാറില്ലേ, ഇത് അഡ്ജക്റ്റീവ് ആണോ അഡ്വേർബ് ആണോ, അല്ലെ ഇത് അഡ്ജക്റ്റീവ് ആണോ ഇത് അഡ്വേർബ് ആണോ, ഇതിൽ അഡ്ജക്റ്റീവ് അല്ലാത്ത ഏതാ, അല്ലെങ്കിൽ ഇത് അഡ്വേർബ് അല്ലാത്തത് ഏതാ എന്ന് ചോദിക്കാറില്ലേ. അപ്പോൾ ഏത് പാർട്ട് ഓഫ് സ്പീച്ച് ആണ് എന്നറിയാൻ സഫിക്സ് നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് ഒരു വേർഡിലുള്ള അഫിക്സേഷൻ ആയ സഫിക്സ് ഉള്ളപ്പോൾ നമുക്കത് എന്ത് വേർഡാന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അഡ്ജക്റ്റീവ് ആണോ, അതോ അഡ്വേർബ് ആണോ, അതോ നൗൺ ആണോ, ഓർ നമ്മൾക്ക് എന്താ പറയാ, മെയിനായിട്ട് നൗണ്, അഡ്ജക്റ്റീവ്, അഡ്വേർബ്, ഇതാണ് കേട്ടോ മെയിനായിട്ട് നമുക്ക് ഡിഫറൻസിയേഷൻ വരുന്നതിൽ. ഈ സഫിക്സ് വെച്ച് നമുക്ക് അങ്ങനെ ഒരു ഐഡന്റിഫിക്കേഷൻ നടത്താൻ പറ്റും. അപ്പൊ ഇതൊക്കെയാണ് മെയിൻലി ഈ പ്രിഫിക്സ് ആൻഡ് സഫിക്സ് കൊണ്ട് ഗുണം. പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ഹെൽപ്സ് ഇൻ ഐഡന്റിഫൈങ് ദ സിനോണിംസ് ആൻഡ് ആന്റണിംസ്. മീനിങ്സിലാണ് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ. അതേ സമയത്ത് സഫിക്സ് നമ്മളെ പാർട്ട് ഓഫ് സ്പീച്ച് ഐഡന്റിഫൈ ചെയ്യാനാണ് മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ഇതെല്ലാം വേർഡ് ഫോർമേഷന്റെ ടെക്നിക്സ് തന്നെയാണ്. അതുകൊണ്ടാണ് ഇവയെ അഫിക്സേഷൻസ് എന്നൊരു പേര് പറയുന്നതുകൊണ്ട് നമ്മൾ പറയുന്നത് കേട്ടോ. അതാണ് നമ്മൾ ഇവരെ വിളിക്കുന്ന ഒരു പേര്. ഇനി നമുക്ക് പ്രിഫിക്സ് ആൻഡ് സഫിക്സിന്റെ മറ്റ് യൂസേജ്, എന്താണ് പ്രിഫിക്സ് എന്നൊക്കെ നമുക്ക് നോക്കാം. സോ ഒരു സെന്റൻസിൽ നമ്മളൊരു പ്രിഫിക്സ് ആഡ് ചെയ്യുമ്പോൾ വാട്ട് ഇസ് പ്രിഫിക്സ്, കഴിഞ്ഞ ഇടയ്ക്ക് എക്സാമിന് ചോദിച്ചു ഞാൻ ഇല്ലേ, വാട്ട് ഇസ് പ്രിഫിക്സ്, പ്രിഫിക്സ് ഈസ് എന്ന് പറഞ്ഞൊരു ചോദ്യം ചോദിച്ചിരുന്നു ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെന്റ് ആണ്. അറ്റാച്ച്മെന്റ് ബിഫോർ എ റൂട്ട് വേർഡ്. ഒരു റൂട്ട് വേർഡ്, അതായത് മീനിങ് ഉള്ള ഒരു വേർഡിന്റെ, ഒരു റൂട്ട് വേർഡിന്റെ മുൻപ്, ബിഫോർ അല്ലെ, അതിന് മുൻപ് നമ്മൾ കൊടുക്കുന്നതിനെ നമുക്ക് എന്ത് പറയാം, പ്രിഫിക്സ് എന്ന് പറയും. അതായത് ശരിക്കും ഒരു മെയിൻ വേർഡ് ഉണ്ടെന്ന് വിചാരിക്കാം. റൂട്ട് വേർഡിന് മറ്റൊരു പേരാണ് മെയിൻ വേർഡ്. നോക്കാം, ഒരു മെയിൻ വേർഡ്,
അതിന് മുമ്പിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് നമുക്ക് വിളിക്കാം പ്രിഫിക്സ് എന്ന് വിളിക്കാം. ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ ഒരുമിച്ച് നിൽക്കും. മെയിൻ വേർഡിന് മുമ്പിൽ നമ്മൾ ആഡ് ചെയ്യുന്നതിനെ പ്രിഫിക്സ് എന്ന് വിളിക്കും. സഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെയിൻ വേർഡിന് ശേഷം ആഡ് ചെയ്യുന്നതിനെ സഫിക്സ് എന്ന് വിളിക്കും. അപ്പോൾ നോക്കണേ, മെയിൻ വേർഡ് ഇതുപോലെ തന്നെ മെയിൻ വേർഡ് ഇവിടെ ഉണ്ട്. ആ മെയിൻ വേർഡിന് ശേഷം ആഡ് ചെയ്യുന്നതിനെ നമുക്ക് വിളിക്കാം സഫിക്സ് എന്ന് വിളിക്കാം. ഓക്കെ, എക്സാമ്പിളോട് നോക്കണ്ടേ? പ്രിഫിക്സ് ആൻഡ് സഫിക്സിന്റെ എക്സാമ്പിൾസ് നോക്കണ്ടേ? അപ്പൊ നമുക്ക് ഓരോന്നിന്റെയും എക്സാമ്പിളോട് നോക്കി പോകാം കേട്ടോ. നോക്കിയോ, കുറെ ഉണ്ട്, നമുക്ക് ഇതിൽ നോക്കാം. സോ പ്രിഫിക്സിൽ നമുക്ക് പെടുമ്പോൾ, പ്രിഫിക്സ് എന്ന് പറയുന്ന മെയിൻ വേർഡുകളാണെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. മീനിങ് ആദ്യം നോക്കി പോവേ. ഓരോ പ്രിഫിക്സിനും ഓരോ മീനിങ് ഉണ്ട്. ഇപ്പൊ റീ എന്ന പ്രിഫിക്സിന്റെ അർത്ഥം അഗൈൻ എന്നാണ്. ഒരിക്കൽ കൂടി, ദാറ്റ് ഇസ് റീ അല്ലെ. അതാണ് നമ്മൾ പറയുന്നത് റീ ചെയ്യുക, റീയൂസ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ. നമ്മൾ റീയൂസ് ചെയ്യാം, നമുക്ക് ഇത് കഴിഞ്ഞ് റീയൂസ് ചെയ്യാം അല്ലെ. റീയൂസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വീണ്ടും യൂസ് ചെയ്യാം, വീണ്ടും അല്ലെ. ലെറ്റ്സ് യൂസ് ഇറ്റ് അഗൈൻ, അതല്ലേ. ഇപ്പൊ നോക്കുക, യൂസ് എക്സാമ്പിൾ കാണിച്ചു തരാം. യൂസിന്റെ കൂടെ ഞാൻ റീ ഇട്ട് കൊടുക്കുമ്പോൾ അവിടെ മീനിങ് വന്നു ഒരിക്കൽ കൂടി യൂസ് ചെയ്യാം, റീയൂസ് അല്ലെ. സെയിം വേയില് ഹാപ്പിയുടെ കൂടെ നോക്കുക, പലതിൻ്റെയും കൂടെ ഹാപ്പിയുടെ കൂടെ എന്നുള്ളതിന് മുമ്പ് ഞാൻ പറയാം, അണ്ണിന്റെ അർത്ഥം നോട്ട് എന്നാണ്. ഇല്ല, ഇല്ല കേട്ടോ. അപ്പൊ ഹാപ്പിയുടെ കൂടെ ഞാൻ അണ്ണിട്ട് കൊടുത്ത നോട്ട് ഹാപ്പി അല്ല, അതിന്റെ അർത്ഥം എന്തായി? നോട്ട് ഹാപ്പി എന്നാണ് അല്ലെ. നോക്കുക, പ്രീ ബിഫോർ എന്നാണ്, മിസ് എന്ന് പറഞ്ഞാൽ റോങ് എന്നാണ്, ഡിസ് എന്ന് പറഞ്ഞാലും നോട്ട് തന്നെയാണ്. അതാണ് നമ്മൾ പറയുന്നത്. നോക്കി, ഡി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്. ഡി എന്ന് പറഞ്ഞാൽ അതിന്റെ നേരെ ഓപ്പോസിറ്റ്, എതിർ. നോൺ നോട്ടാട്ടോ. ഡിഗ്രേഡബിൾ, നോൺ ഡിഗ്രേഡബിൾ പറയില്ലേ, അതുപോലെ. പിന്നെ മിഡിൽ എന്നർത്ഥം. ഇന്റർ, ബിറ്റ്വീൻ. ചോദിച്ചിട്ടുണ്ട് മീനിങ് ഓഫ് ഈ പ്രിഫിക്സിന്റെ മീനിങ് എന്താണ്? നോട്ട് എന്നർത്ഥം അല്ലെ. പോസിബിൾ, ഇംപോസിബിൾ എന്നൊക്കെ പറയുന്നു അല്ലെ. നോട്ട് എന്നാണ്, നോട്ട് എന്നാണ്, സബ് അണ്ടർ എന്നുള്ള അർത്ഥം. സബ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ മെയിൻ ഇൻസ്പെക്ടറിന്റെ കീഴിലുള്ള അല്ലെ, സർക്കിൾ ഇൻസ്പെക്ടറിന്റെ കീഴിലുള്ള ആളെ ഇൻസ്പെക്ടറിന്റെ കീഴിലുള്ള സബ് ഇൻസ്പെക്ടർ പറയും. സോ ബിഫോർ തന്നെയാണ് കേട്ടോ. സോ നോക്കാം, എക്സാമ്പിൾ കുറച്ചൊക്കെ നോക്കിയാ അല്ലെ, ഒരുപാടില്ല, കുറച്ചൊക്കെ നമുക്ക് നോക്കി വിടാം. സെയിം വേയിൽ നമുക്ക് സ്കൂള്, നമ്മൾ കേട്ട് പരിചയമുള്ള സാധനം സ്കൂളിന്റെ മുമ്പില് ഞാൻ പ്രീ കൊടുത്തു. അതിന്റെ അർത്ഥം എന്ത് വന്നു? പ്രീ സ്കൂൾ. നമുക്കല്ലേ സ്കൂളിൽ ചേരുന്നതിന് മുമ്പ് കുട്ടികളെ ഡേ കെയറിലൊക്കെ കൊടുക്കും. ഡേ കെയറിന് മുമ്പ് കഴിഞ്ഞിട്ട് നമ്മൾ പ്രീ സ്കൂളിൽ ചേർക്കും അല്ലേ. അതാണ്. സോ അർത്ഥം നോക്കിയേ, ബിഹേവിയറിന്റെ മുൻപിൽ ഞാൻ ഇട്ട് കൊടുത്തു മിസ്. എന്തായി? മിസ്ബിഹേവിയർ, അതായത് റോങ് ബിഹേവിയർ അല്ലെ. മിസ്ബിഹേവിയർ എന്നൊക്കെ പറഞ്ഞാൽ മോശമായ ബിഹേവിയർ ആയിപ്പോട്ടോ, താൻ കാണിച്ച മോശമായിപ്പോയി അല്ലെ, അങ്ങനെ പറയാം. നോക്കുക, അടുത്ത് കാണിച്ചു തരാം. ലൈക്ക് അല്ലെ. ലൈക്കിന് മുമ്പ് ഞാൻ ഇട്ട് കൊടുത്തു ഡിസ്. എന്തായി? ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്, ഐ ഡിസ്ലൈക്ക് ഇറ്റ്. എനിക്ക് ഇഷ്ടമല്ല അല്ലെ. നോക്കുക, ഡിസ്ലൈക്ക് ആണേ. അതുപോലെ നോക്കുക, നമുക്ക് ഫ്യൂസ് ചെയ്യാം അല്ലെ. ഒരു കാര്യം ഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫ്യൂസ് വെക്കുക, അതിനാണ് ഫ്യൂസ് ചെയ്യുക. പക്ഷെ അതിനെ ഡീഫ്യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഫ്യൂസ് അഴിക്കുക അല്ലെ. ഡീഫ്യൂസ് ചെയ്യുമ്പോൾ ഇതിന്റെ ഫ്യൂസ് അഴിച്ച് കളയുന്നത്, നിർവീര്യമാക്കി കളയും നമ്മൾ അതിനെ അല്ലെ. ബോംബ് വെക്കുമ്പോൾ അത് ഫ്യൂസ് ചെയ്താൽ അത് വീര്യമാക്കാണ്, ഡീഫ്യൂസ് ചെയ്യുമ്പോൾ അതിനെ നിർവീര്യമാക്കാണ് അല്ലെ. സെൻസ് നോക്കുക, നമ്മൾ കേട്ട് പരിചയമുള്ള വാക്ക സെൻസ്, കേട്ട് പരിചയമുള്ള വാക്ക. അതിന്റെ മുമ്പ് ഞാൻ കൊടുക്കുക നോൺ സെൻസ് അല്ലെ. നോണും കൂടെ കൊടുത്തിട്ട് എന്തായി? നോട്ട് സെൻസ്. സെൻസ് ഒന്നും ഇല്ലേ? നോൺ സെൻസ്. ഇറ്റ്സ് നോൺ സെൻസ് പറയില്ലേ, നമ്മള് പറയാറുണ്ട് അല്ലെ. പിന്നെ നോക്കിയേ, ഡേ മിഡ് ഡേ മീൽ കേട്ടിട്ടില്ലേ? മിഡ് ഡേ മീൽ യൂസ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ഓക്കെ, ഉപയോഗിച്ചിട്ടുണ്ട് നമ്മള്, ഉണ്ട് അല്ലെ. ആക്ട് ചെയ്യാം, ഇന്ററാക്ട് ചെയ്യാം. ഇന്ററാക്ട് ചെയ്യുമെന്ന് പറഞ്ഞേ പരസ്പരം ആക്ട് ചെയ്യുക, തമ്മിലുള്ള ആക്ട് ചെയ്യുന്നതിനെയാണ് ഇന്ററാക്ട് ചെയ്യുക. മനസ്സിലായോ? ഓക്കെ, ഇനി നേരത്തെ പറഞ്ഞ വാക്ക് വേ, സബ്വേ കേട്ടു വെച്ചോണ്ടല്ലോ.
head, forehead. നെറ്റിക്കാ forehead എന്ന് പറയാം അല്ലേ? ബിഫോർ ഹെഡ് forehead കേട്ടോ. ഇതൊക്കെ അതുപോലെ വരുന്ന. ഇനി possible, impossible. മാറിയതുണ്ടോ? മീനിങ് മാറിയതുണ്ടോ? regular, regular, irregular. മീനിങ് മാറിയതുണ്ടോ? legitimate, illegitimate. അല്ലേ? ലീഗൽ, ഇല്ലീഗൽ പറയില്ലേ? ലെജിറ്റിമേറ്റ്, ഇല്ലെജിറ്റിമേറ്റ്, ലിറ്ററേറ്റ്, ഇല്ലിറ്ററേറ്റ്. കേട്ടിട്ടില്ലേ? ഇതൊക്കെ അങ്ങനെ വരുന്നതല്ലേ? അപ്പൊ ഇതെല്ലാം എന്തിൽ പെടുന്നതാണ്? പ്രിഫിക്സുകളിൽ പെടുന്നതാണ്. മീനിങ് അനുസരിച്ച് പ്രിഫിക്സ് ആദ്യം പഠിച്ചു വെക്കുക. കാര്യം പലപ്പോഴും ചോദിക്കാറുണ്ടല്ലോ ഇന്ന പ്രിഫിക്സിന്റെ മീനിങ് എന്താ. അപ്പൊ ഇത് മനസ്സിലിരിക്കട്ടെ, ഇതിൽ കുറച്ച് എക്സാമ്പിൾസും കയ്യിലിരിക്കട്ടെ അല്ലെ. ഒന്ന് മീനിങ് വെച്ചിട്ട് ചോദ്യങ്ങൾ വരും, പിന്നെ പ്രിഫിക്സ് ഇതിൽ ഏത് ആഡ് ചെയ്യുമ്പോഴാണ് ഇന്ന മീനിങ് വരുന്നത്, അങ്ങനെയൊക്കെ വരുന്ന ചോദ്യങ്ങൾ വരും. അപ്പം അതും നമ്മൾ PSC ചോദിച്ചിട്ടുണ്ട്. PSC യുടെ ചരിത്രപരമായിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ കുറെ നമുക്ക് നോട്ട് ചെയ്ത് പോകണം അല്ലെ. അടുത്തൊരു നോക്കാവേ. ഇനി സഫിക്സിലോട്ട് കുറച്ച് പറയാം. ഇനി കുറച്ച് സഫിക്സ് മീനിങ്ങുകൾ വെച്ചിപ്പെടുത്താം. അപ്പോൾ പലതരത്തിൽ നമുക്ക് സഫിക്സ് ആൻഡ് പ്രിഫിക്സിലുള്ള ചോദ്യങ്ങൾ വരില്ലേ? അത് ഞാൻ കുറേ കാണിച്ചു തരാം കേട്ടോ. ലെസ്സിന്റെ അർത്ഥം വിത്തൗട്ട് എന്നാ. OUS അർത്ഥം ബിക്കം, ആയിത്തീരുക എന്നുള്ള അർത്ഥത്തിൽ. ഇഷ് അർത്ഥം ക്വാളിറ്റി, ഒരു ക്വാളിറ്റി പറയാൻ വേണ്ടി നമ്മൾ ഇഷ് കൊടുക്കാം. LYയും ക്വാളിറ്റി കൊടുക്കാൻ വേണ്ടി. അഡ്വേർബുകൾക്ക് കേട്ടോ നമ്മൾ LY കൊടുക്കുന്നത് നോർമലി കേട്ടോ. നോർമലി ഓർ LY 20%, 80% LY അഡ്വേർബ് ആണ്. അഡ്ജക്റ്റിൻ്റെ കൂടെ LY ഇട്ട് കൊടുത്താൽ. പക്ഷെ നൗണിൻ്റെ കൂടെ LY ഇട്ട് കൊടുത്താൽ അത് അഡ്ജക്റ്റീവ് ആണ്. ലൈക്ക് ഹോംലി, മാൻലി, ഫ്രണ്ട്ലി എന്നൊക്കെ പറയില്ലേ, കോസ്റ്റ്ലി, അങ്ങനെ നൗണിൻ്റെ കൂടെ LY ഇട്ട് അഡ്ജക്റ്റീവ് ആണ്. സോ എന്നും ബിക്കം, ആയിത്തീരുക എന്നുള്ള അർത്ഥത്തിലാണ്. നേച്ചർ എന്നർത്ഥമാണ് IVE കൊടുക്കുമ്പോൾ. നേച്ചർ ഇങ്ങനത്തെ ഒരു അവസ്ഥ, ക്രിയേറ്റീവ് അല്ല, ഒരു സ്വഭാവം, അങ്ങനെ അർത്ഥം. നേച്ചർ എന്ന് പറഞ്ഞാൽ സ്വഭാവം കേട്ടോ, ആ സ്വഭാവം കേട്ടോ, നേച്ചർ, മാനർ, ആ ഒരു അർത്ഥം. പിന്നെ FI കൊടുക്കുമ്പോൾ മേക്ക് ചെയ്യുക, ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ ചെയ്യുക, അങ്ങനെ അർത്ഥത്തിലാണ് പറയാം. ഇസം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ബിലീഫിനെ പറയാം, നമ്മുടെ ഒരു പ്രത്യയശാസ്ത്രം അല്ലെ, ഫെമിനിസം, നമ്മൾ ഇസം പറയാറില്ലേ, അതിന് എല്ലാ ഇസം കേട്ടോ. അതിൽ സോഷ്യലിസം, നെപ്പോട്ടിസം, എല്ലാ ഇസം. പിന്നെ TIOനും SIOനും ഒരു അവസ്ഥയ്ക്ക് പറയുന്ന അല്ലെ, ഒരവസ്ഥ. പോപ്പുലേഷൻ അല്ലെ, എക്സ്പ്ലോറേഷൻ, എക്സ്പ്ലോഷൻ അല്ലെ, SIOനും TIOനും ഒക്കെ ഒരവസ്ഥ, സ്റ്റേറ്റ്. പിന്നെ BLE എപ്പോഴും കേപ്പബിൾ അല്ലെ, അവസ്ഥ, എന്താ കേപ്പബിൾ, നമ്മുടെ ഒരു എബിലിറ്റിയെ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് അല്ലെ, കേപ്പബിൾ എന്നുള്ള അർത്ഥമല്ല. അപ്പൊ അത് അഡ്ജക്റ്റീവിനെ എപ്പോഴും നമ്മൾ കൊടുക്കാം. പിന്നെ കണ്ടീഷൻ പറയാൻ വേണ്ടിയിട്ടാണ് MENT അല്ലെ, അമെൻമെന്റ് അല്ലെ നമ്മൾ ഉപയോഗിക്കില്ലേ, എംപവർമെന്റ് ഒക്കെ. ആ ഒരു അവസ്ഥയ്ക്ക് പറയാൻ വേണ്ടി, കണ്ടീഷൻ പറയാൻ വേണ്ടിയിട്ട്. പിന്നെ സ്റ്റേറ്റ്, അവസ്ഥ പറയാൻ വേണ്ടി തന്നെ NCE പറയാം. പേഷ്യൻസ്, അലവൻസ്, അങ്ങനെയൊക്കെ ഇത് വാക്കുകൾ ഉപയോഗിക്കാം. അപ്പൊ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ ലെറ്റ് മീ ടെൽ യു. അതിൽ മെയിൻ ആയിട്ട് നമുക്ക് ക്ലൂ തരുന്ന ഒരു കാര്യം പറയട്ടോ. ഈ OUS വാക്കുകൾ വന്നാൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം ഇറ്റ്സ് അഡ്ജക്റ്റീവ്. പറഞ്ഞിരുന്നോ, ഇത് അഡ്ജക്റ്റീവ് ആയിരിക്കും കേട്ടോ. കളർ മാറ്റിവിടാം. അഡ്ജക്റ്റീവിന് നമുക്കിത് കൊടുക്കാം. പിന്നെ EN വാക്കുകൾ വരുന്ന നോർമലി വേർബിനാണ് EN വാക്കുകൾ വരിക. പിന്നെ ലെസ് വരുന്നത് നൗണിനാണ്. അല്ല, നൗണും വരും അഡ്ജക്റ്റീവ് വരും, രണ്ടിനും വരും. ഹെൽപ്ലെസ്നെസ്, NESS ആണ് നമുക്ക് നൗൺ വരിക. NESS എപ്പോഴും വരുന്നത് കേട്ടോ. ഞാൻ എവിടെ എഴുതിയേക്കാം, NESS. സ്റ്റേറ്റ്, അവസ്ഥ അല്ലെ, കണ്ടീഷൻ, അതാണ്. പിന്നെ FI വേർബിനാണ്. ഇസം വാക്കുകൾ നൗണിനാണ്. നൗണ്, 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 കേപ്പബിൾ, അങ്ങനത്തെ ഉള്ളതൊക്കെ അഡ്ജക്റ്റീവ്.
പിന്നെ ഇത് അഡ്ജക്റ്റീവ് ആണ്. അഡ്വേർബ് ഉണ്ട്, അഡ്ജക്റ്റീവ് ഉണ്ട്, അഡ്വേർബ് ഉണ്ട്. പിന്നെ ഇഷ്യൂ വാക്കുകൾ വരുമ്പം സഫിക്സ് വരുന്നത് ശരിക്കും അഡ്ജക്റ്റീവിന് തന്നെയാണ്. ഇതും അഡ്ജക്റ്റീവ് ആണ്. ഇതും അഡ്ജക്റ്റീവ് ആണ്. ക്രിയേറ്റീവ്. ഇത് മെയിനായിട്ട് നമുക്ക് ആ ഒരു യൂസേജ് അറിഞ്ഞിരിക്കാനാണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്ത് തരാം. കാര്യങ്ങൾ നോക്കാം. ഫ്രണ്ട്. കുറെ നൗണും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാവേ. റിലേഷൻ, ഷിപ്പ്, റിലേഷൻഷിപ്പ്. ഓക്കെ, ജലസി എന്നൊരു വാക്ക് കേട്ടില്ലേ? SY വരുമ്പോൾ അത് നൗൺ ആണ്. പക്ഷെ നോക്ക, OUS വരാണ്. ജലസ് അല്ലെങ്കിൽ ഒബ്വിയസ്. കണ്ടോ? ക്യൂരിയസ് വാക്കുകൾ കേട്ടിട്ടില്ലേ? അതൊക്കെ ഇതിൽപ്പെടുന്നതാണ്. പിന്നെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഹോപ്പ്ലെസ്. ഹോപ്പ്ലെസ് കേട്ടുപരിചയമുള്ള വാക്കല്ലേ? ചൈൽഡ്, ചൈൽഡിഷ് കേട്ടില്ലേ? സ്ലോ അഡ്ജക്റ്റീവ് ആണ്. അതിൻ്റെ കൂടെ ഞാൻ LY2 സ്ലോലി അഡ്വേർബ് ആയി അപ്പോൾ അത് ഉണ്ടോ? പിന്നെ സെൻസ് എൻ്റെ കൂടെ നമ്മൾ IBLE വന്നപ്പോൾ അത് അഡ്ജക്റ്റീവ് ആയി. സെൻസിബിൾ. പോസിറ്റീവ്. ലക്ഷൻ. പെൻഷൻ, ടെൻഷൻ കേട്ടിട്ടുള്ളതൊക്കെ. ബ്രൈറ്റൻ. സ്മൂത്തൻ, സ്ട്രെയിറ്റൻ കേട്ടിട്ടുള്ളതൊക്കെ. മോഡിഫൈ യൂസേജ് ആണ്. നെപ്പോട്ടിസം. എൻ്റെ വീഡിയോ കുറച്ച് ഒന്ന് ഓഫ് ചെയ്യാമേ, കുറച്ചുകൂടെ ഉണ്ടല്ലോ.
അമ്യൂസ്മെന്റ്, എക്സൈറ്റ്മെന്റ്, അമെൻമെന്റ് കേട്ടിട്ടില്ലേ? ഓക്കെ. പിന്നെ അലവൻസ്, ഗൈഡൻസ് നമ്മൾ കേട്ട് വരുമല്ലോ, അലവൻസ്, ഗൈഡൻസ് അല്ലേ? പിന്നെ പേഷ്യൻസ് അല്ലേ? ഇതൊക്കെ ഉണ്ടോ? ഈ പറഞ്ഞ മീനിങ് വെച്ചിട്ട് വരുന്ന കുറെ എക്സാമ്പിൾസ് ആണ്. ഇതൊക്കെ നമുക്കൊന്ന് നോക്കി അറിയാം. ഇതൊക്കെ സഫിക്സുകളാണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഏകദേശം ഇതിനെപ്പറ്റി ഒരു ധാരണ നമുക്ക് കിട്ടും. ഇങ്ങനെയുള്ളത് യൂസേജ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്കിത് സഫിക്സ് ഏതാണ്, പ്രിഫിക്സ് ഏതാണ്, സഫിക്സിന്റെ ഇതിന്റെ മീനിങ് എന്താണ്, പ്രിഫിക്സിന്റെ ഇതിന്റെ മീനിങ് എന്താണ്, ഒരു ഐഡിയ കിട്ടും. ഓക്കെ. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് കൊണ്ട് നോക്കാമേ. വൈൻഡ് കുറെ കാണിച്ചു തരാവേ. പെയിന്റ്, locate, vitalize, mix, name, appear, play, back, tell, ഇതിലൊക്കെ നമുക്ക് എന്തിട്ട് കൊടുക്കാം? ഓക്കെ. rewind, repaint, relocate, revitalize, remix, rename, reappear, replay, repack, retell, redo ഒക്കെ നല്ലോളാണ്. അതുപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വാക്ക് പറയാം, ലോഡ്. നോക്കാം, ലോഡ്. ഇതിലൂടെ ഏതാ വരിക, ഏതാ പ്രിഫിക്സ് അങ്ങനെ ചോദിക്കൂട്ടോ, ഏത് പ്രിഫിക്സ് എന്നുള്ള അതിന്റെ മീനിങ് വരാം. നോക്കാം. ഇപ്പൊ learn, try, ready, read, clean, lock, wind, usual. ഇവിടെ നമ്മൾ നെഗറ്റീവ് പ്രിഫിക്സ് ഇട്ട് കൊടുക്കാം അല്ലേ? unload, unable, unlearn, untie, unready, unread, unclean, unlock, unwind ചെയ്യാം അല്ല, ചുറ്റി വെച്ചേക്കുന്ന അഴിക്കുന്നതിന് അൺവൈൻഡ് ചെയ്യാം പറയും. unusual ഒക്കെ പറയില്ലേ? ഇതൊക്കെ നെഗറ്റീവ് പ്രിഫിക്സിൽ എക്സാമ്പിൾസ് പറയുന്ന. പിന്നെ നമുക്ക് പറയാം ഇതാ മിക്സ്. വേറെ കാണിച്ചു കേട്ടോ, അതുപോലെ കുറച്ച് യൂസേജ്. വ്യൂ, paid, cook, arrange, test, determine, made. ഇതിലൊക്കെ നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാം പ്രീ അല്ലേ? പ്രീ മുൻപേ, പ്രീമിക്സ്, പ്രിവ്യൂ, പ്രീപെയ്ഡ് ഓട്ടോ പ്രീപെയ്ഡ് അല്ലേ? പ്രീ കുക്ക് ചെയ്യുക, പ്രീ അറേഞ്ച് ചെയ്യുക, പ്രീ ടെസ്റ്റ് നേരത്തെ നടത്തുക, പ്രീ ഡിറ്റർമിൻ ചെയ്യുക, പ്രീ മെയ്ഡ്. ഓ മാഡ് എന്നാണ് കേട്ടോ, മെയ്ഡ് എന്നാണ് പറഞ്ഞപ്പോൾ എഴുതിയപ്പോൾ മാറിപ്പോല്ലേ. പ്രീ മെയ്ഡ് യൂസേജ് കണ്ടിട്ടില്ലേ? ദെൻ continue, believe,
able, like, obey, honest, approve, loyal, appear. നമുക്ക് ഇതിന്റെ എക്സാമ്പിൾ കാണിച്ചു തരാമേ. ഞാൻ എൻ്റെ വീഡിയോ ഓഫ് ആക്കാം, കുറച്ചുകൂടി ക്ലിയർ ആവും. നോക്കിയോ, ഇവിടെ നമുക്ക് ഡിസ് ഇട്ട് കൊടുക്കാം. നോക്കൂ, ഡിസ്കണ്ടിന്യൂ, ഡിസ്ബിലീവ് ചെയ്യുക, അവിശ്വസിക്കുന്നതിന് ഡിസ്ബിലീവ് ചെയ്യുക അല്ലേ. ഡിസേബിൾ ചെയ്യുക, വെർബാണ് ഡിസേബിൾ ചെയ്യുക. ഓക്കെ, ഇവിടെ ഒരു ചെറിയൊരു ലൈക്കാണ്, ലൈക്ക് ഡിസ്ലൈക്ക് ചെയ്യുക, ഡിസൊബേ ചെയ്യുക, ഡിസോണസ്റ്റ്, ഡിസപ്രൂവ് ചെയ്യുക, ഡിസ്ലോയൽ, ഡിസപ്പിയർ. നെഗറ്റീവ് യൂസേജ് അല്ലേ. അപ്പം ഇങ്ങനെയുള്ള കുറേ ഉണ്ട്. ബുക്ക്, ഒട്ടോറൊക്കെ പ്രീ ബുക്ക് ചെയ്യണം പറയില്ലേ. നേരത്തെ ചെയ്യണം എന്നൊക്കെ പറയില്ല, ആ യൂസേജ്. അപ്പം ഇതെല്ലാം പ്രിഫിക്സിൽ പെടുന്ന കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ക്ലാരിറ്റി കിട്ടുമല്ലോ ഇതിൻ്റെ കൂട്ട് യൂസേജ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം നമുക്ക് ഇതിനെ പറ്റിയുള്ള. കുറച്ചുകൂടെ കാണിച്ചു തരാം. ഇനി സഫിക്സ് അല്ലേ. ഇപ്പൊ പ്രിഫിക്സ് നമ്മൾ കുറെ കണ്ട്, ഇനി സഫിക്സുള്ള എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. നോക്കിയാൽ സ്പൈറ്റ്, ദ്വേഷം, ദേഷ്യമുള്ള, സ്പൈറ്റ്ഫുൾ. FUL ഇട്ടപ്പോൾ അഡ്ജക്റ്റീവ് ആട്ടോ, FUL അഡ്ജക്റ്റീവ്. പെയിൻ, പെയിൻഫുൾ ഒക്കെ നൗണാ. വാച്ച്, വാച്ച്ഫുൾ. ഫിയർ, ഫിയർഫുൾ. cheer, നൗണാ, cheerful. അഡ്ജക്റ്റീവ് അത് വരുന്നത് FUL ഇട്ടപ്പോൾ കേട്ടോ. ഇതൊക്കെ അഡ്ജക്റ്റീവ് FUL വന്നിട്ടാണ് അഡ്ജക്റ്റീവ്സ് ആണ്. നോക്കുക, ഇതിലിട്ടപ്പോൾ ഈ വരുന്ന കേട്ടോ, ഇവയ്ക്കല്ല അഡ്ജക്റ്റീവ്സ്. ഓക്കെ, നോക്കുക, മൗത്ത്, മൗത്ത്ഫുൾ. സ്ട്രെസ്, സ്ട്രെസ്ഫുൾ. ഡിലൈറ്റ്, ഡിലൈറ്റ്ഫുൾ. താങ്ക്, താങ്ക്ഫുൾ. വണ്ടർ, വണ്ടർഫുൾ. ഈ മൗത്ത്ഫുൾ മാത്രം നൗൺ ഉണ്ട് കേട്ടോ, അത് മാത്രം നൗൺ ആണ്. മൗത്ത്ഫുൾ, മൗത്ത്ഫുൾസ് നമ്മൾ പറയും. മൗത്ത് ഫുൾ ഓഫ് ഫുഡ് എന്നൊക്കെ പറയുന്ന സാധനം. പിന്നെ ഇൽനെസ്, NESS വരുമ്പോഴോ അത് നൗണാണ്. ഞാൻ പറഞ്ഞില്ലേ, NESS വന്നത് നൗണായി. യൂസേജ് നോക്കിക്കേ. ഇൽനെസ്, ഫാറ്റ്, ഫാറ്റ്നെസ്. kindness, closeness. sad, sadness. helpless, helplessness. sadness. adjectiveയുടെ NESS കൊടുക്കുമ്പോൾ adjectiveയുടെ NESS കൊടുക്കും. quietness. freshness. rudeness. boldness. wetness. നോക്കാം, അത് ക്ലാരിറ്റി കിട്ടണമെങ്കിൽ എന്ത് മനസ്സിലാവുന്ന അറിയാം. നോക്കി ഇവിടെ കണ്ടോ, ഹെൽപ്ലെസ് എന്ന് പറയുന്നത് ഒരു അഡ്ജക്റ്റീവാണ്, ഹെൽപ്ലെസ് എന്ന്. പക്ഷെ ഞാൻ അതിൻ്റെ കൂടെ NESS ഇട്ട് കൊടുക്കും, ഹെൽപ്ലെസ്നെസ്. അപ്പൊ എന്തായി, അതൊരു നൗൺ ഫോർമുലേഷൻ ആയിട്ട് മാറി. ഹെൽപ്ലെസ് അഡ്ജക്റ്റീവ് ആയിരുന്നു, പക്ഷെ അതിനോട് NESS ഇട്ടു. ഇവിടെ കണ്ടോ അഡ്ജക്റ്റീവാ. ഫാറ്റ്, കൈൻഡ്, ഇല്ല്, ക്ലോസ്, സാഡ്, ക്വൈറ്റ്, ഫ്രഷ്, റൂഡ്, ബോൾഡ്, വെറ്റ് ഒക്കെ അഡ്ജക്റ്റീവാണ്. ഇവയുടെ കൂടെ ഞാൻ NESS ഇട്ട് കൊടുക്കുമ്പോൾ, അഡ്ജക്റ്റീവിനോട് NESS ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടി, സഫിക്സ് NESS ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് നൗൺ കിട്ടി. ഈ ഒരു ഡിഫറൻസ് നമുക്ക് അറിഞ്ഞിരിക്കണേ. സിമിലർലി കെയർ, ഈ പറഞ്ഞ LESS ഇട്ട് കൊടുക്കുമ്പോൾ അഡ്ജക്റ്റീവാണ് വരുന്നത്. കെയർ, കെയർലെസ്. കെയർ നൗൺ ആണ്, നൗണിലൂടെ LESS ഇട്ട് കൊടുത്താൽ നമുക്ക് എന്താ അഡ്ജക്റ്റീവ് കിട്ടി അല്ലേ. ഇതാ അഡ്ജക്റ്റീവ് കിട്ടി. thought, thoughtless. help, helpless. home, homeless. life, lifeless. fear, fearless. job, jobless. thank, thankless. head, headless. speech, speechless. end, endless. അല്ലേ. നോക്കി അടുത്തത്, prove, improve. possible, impossible. perfect, imperfect. polite, impolite. patient, impatient. balance, imbalance. mature, immature. mobile, immobile. movable, immovable. കണ്ടോ, ഇതൊക്കെ നോക്കിയേ അഡ്ജക്റ്റീവ് ഫോർമുലേഷനിലോട്ട് വന്നിട്ടോ. ഇംബാലൻസ് മാത്രം ഡൗൺ ആണ് അല്ലെ, ബാലൻസ് ഉണ്ട്, ഇംബാലൻസ് ഉണ്ട് അല്ലെ എന്ന് പറയും. ദർ ഇസ് എൻ ഇംബാലൻസ് ബിറ്റ്വീൻ എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ബാക്കി ഇംപ്രൂവ് ചെയ്യുക വെർബാണ്, ഇംബാലൻസ് നൗൺ ആണ്, ഇമ്പോസിബിൾ, ഇംപെർഫെക്റ്റ്, ഇംപൊളൈറ്റ് അതെല്ലാം അഡ്ജക്റ്റീവുകളാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഇമ്മിട്ടിട്ട് നമുക്ക് ധൈര്യമായിട്ട് പറയാൻ പറ്റില്ല അത് നൗണായി വരുന്നോ അല്ലെ അഡ്ജക്റ്റീവായി വരുന്നോ ഉറപ്പ് പറയാൻ പറ്റില്ല. കാരണം പല രീതിയിൽ അതിന് യൂസേജസ് വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് അതിനെ കറക്റ്റ് ഉറപ്പിച്ച് അങ്ങൊരു പറച്ചിൽ പറയാൻ പറ്റില്ല. സോ ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. പിന്നെ നോക്കാം, ഇവിടെ എക്സാമ്പിൾ നോക്കാം. പ്രോപ്പർ,
വിട്ടല്ലേ. improper improper അല്ലേ? improper അല്ലെ? improper യൂസേജ് വരുന്നുണ്ടോ? അതുപോലെ നമുക്കൊരു എക്സാമ്പിൾ ഞാൻ ഇടുന്ന ചോദ്യം, ഞാനൊരു നേരത്തെ ചോദ്യം നോക്കട്ടെ. ഇട്ടൊരു ചോദ്യം പറയാം. ഫൈൻഡ് ദ ഓഡ് വൺ. നേരത്തെ വന്നിട്ടുള്ള ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങളിൽ ഒരു ചോദ്യം. നോക്കാം. impede, impossible, image, impulse. ഇതിൽ ഏതാണ് ഓഡ് വൺ? അല്ലാതെ നമുക്ക് തിരിച്ചും ചോദിക്കും കേട്ടോ. ഓഡ് വൺ ചോദിക്കുന്ന വേറെ രീതിയിലുണ്ട്. എല്ലാ സഫിക്സ് നിന്നിട്ട് ഒരു സഫിക്സ് അല്ലാത്ത വരും, അല്ലെങ്കിൽ എല്ലാ വെറുതെ വേർഡ്സ് നിന്നിട്ട് ഒരെണ്ണം മാത്രം സഫിക്സ് ആയിട്ടുള്ള വരും. അങ്ങനെ യൂസേജ് ഉണ്ട്. കാരണം നമുക്കറിയാം എല്ലാ ഇമ്മ് കണ്ടാലും അത് സഫിക്സ് പോലെ പ്രിഫിക്സ്, എല്ലാ ഇമ്മ് കണ്ടാലും അത് പ്രിഫിക്സ് ആണെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഇല്ല. കാര്യം എന്താ? ഇംപൾസ്, പൾസിന്റെ കൂടെ ഇമ്മിട്ട് കൊടുത്ത ഇംപൾസ് അതൊരു വേർഡ് ആണെന്ന് പറയാൻ പറ്റും? വേർഡ് ഫോർമേഷൻ ആണോ? അല്ല. പൾസിന്റെ കൂടെ ഇമ്മിട്ട് കൊടുത്ത ഒറ്റ വേർഡ് കിട്ടുന്നതാണ് നെഗറ്റീവ് വേർഡ് ആണോ? അല്ല. ഇമ്മൊരു നെഗറ്റീവ് വേർഡ് ആണ്. അപ്പൊ ഇമേജ്, ഏജിന്റെ കൂടെ ഇമ്മിട്ട് കൊടുത്ത ഇമേജ് ആണോ? അല്ല. ഇമേജ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. അതുപോലെ ഇംപോസിബിൾ ആണ്, ഇംപോസിബിൾ ആണ്. ഇംപീഡ്, പീഡിന്റെ കൂടെ ഇമ്മിട്ട് കൊടുത്തു ആണോ? അല്ല. ഇംപോസിബിൾ എന്ന് പറഞ്ഞാൽ പോസിബിൾ എന്നൊരു മീനിങ് ഫുൾ വേർഡ് ഉണ്ട്, റൂട്ട് വേർഡ് ഉണ്ട്. അതിന് മുൻപിൽ എം എന്നിട്ട് കൊടുക്കുന്നു, ഒരു നെഗറ്റീവ് ഇതിട്ട് കൊടുക്കുന്നു, പ്രിഫിക്സ് ഇട്ട് കൊടുക്കുന്നു. ദാറ്റ് മേക്സ് ഇറ്റ് എ നെഗറ്റീവ് വേർഡ് ഓൾ ടുഗെദർ. അങ്ങനെയാണ് മീനിങ് വരിക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഇതെല്ലാം ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സിമിലർലി നമുക്ക് നോക്കാനുള്ള വേർഡ്സിലോട്ട് പോവാം. സ്ലോ, slowly, love, lovely, quick, quickly, bright, brightly, sad, sadly, strange, strangely, certain, certainly, clever, cleverly, shy, shyly, quiet, quietly. ആ LY വാക്കുകളൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്ന LY വാക്കുകളൊക്കെ നമുക്ക് ധൈര്യമായിട്ട് പറയാം എന്താണ്? ആഡ്വേർബുകളാണ്. അഡ്ജക്റ്റീവിൻ്റെ കൂടെ LY ഇട്ട് കൊടുത്താൽ നമുക്ക് ആഡ്വേർബ്സ് കിട്ടും. ഇത് ആഡ്വേർബുകളുടെ എക്സാമ്പിൾ. ഇനി MENT വരുമ്പോൾ നൗൺ വരുന്നതെന്ന് ഞാൻ പറഞ്ഞു അല്ലേ? സ്റ്റേറ്റ്, സ്റ്റേറ്റ്മെന്റ്, റിഫ്രഷ്, റിഫ്രഷ്മെന്റ്, എൻഗേജ്, എൻഗേജ്മെന്റ്, ഡെവലപ്പ്, ഡെവലപ്മെന്റ്, പ്ലേസ്, പ്ലേസ്മെന്റ്, ഡിസപ്പോയിന്റ്, ഡിസപ്പോയിന്റ്മെന്റ്, amaze, amazement, replace, replacement, punish, punishment, enlarge, enlargement. Noun. Enlargement ആണ്. Enlarge. Enlargement. അടുത്തത് ആക്ട്, റിയാക്ട്, appear, reappear, build, rebuild, new, renew, use, reuse, read, reread, write, rewrite, try, retry, do, redo, play, replay. Verb ആണ് അല്ലേ? ഇവയൊക്കെ verb ആണ്. നോക്കുക, വീണ്ടും ചെയ്യുക എന്നുള്ള അർത്ഥത്തിലല്ലേ എല്ലാം. അടുത്ത believe, unbelievable, certain, uncertain, comfortable, uncomfortable, cover, uncover, fair, unfair, clean, unclean, true, untrue, like, unlike, able, unable, lock, unlock. അല്ലേ? നമുക്ക് ഇതില് കവർ ചെയ്യുക, അൺകവർ ചെയ്യുക വേർബാണ് അല്ലേ? ലോക്ക് ചെയ്യുക, അൺലോക്ക് ചെയ്യുക അതും വേർബാണ് അല്ലേ? ലൈക്ക് ചെയ്യുക, അൺലൈക്ക് ചെയ്യുക എന്ന് പറയുമോ? ഡിസ്ലൈക്ക് ചെയ്യുക വേർബ്. ഇത് അൺലൈക്ക് പ്രിപ്പോസിഷൻ ആയിട്ട് ഉപയോഗിക്കും, അല്ല നമുക്ക് അഡ്ജക്റ്റീവ് ആയിട്ട് ഉപയോഗിക്കും. സോ ബാക്കി വരുന്നതിന് നമുക്ക് എന്താക്കി ഉപയോഗിക്കാൻ പറ്റും? അൺക്ലീൻ, അൺട്രൂ ഒക്കെ അഡ്ജക്റ്റീവ്സിൽ പെടുന്നതാണ് കേട്ടോ. ബാക്കിയുള്ളവയൊക്കെ നമുക്ക് ഈ പറഞ്ഞ ഒഴിച്ച് ബാക്കിയുള്ളവയെ നമുക്ക് അഡ്ജക്റ്റീവ്സ് ആണ് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ അൺകംഫർട്ടബിൾ കണ്ടോ അഡ്ജക്റ്റീവ് അല്ലേ? അതുപോലെ ബാക്കിയുള്ളവയെ നമുക്ക് അഡ്ജക്റ്റീവ്സ് ആണ് എന്ന് പറയാൻ പറ്റും.
സോ അങ്ങനെ. പിന്നെ ഓർഡർ, പ്രീ ഓർഡർ, വ്യൂ, പ്രീവ്യൂ, ലോഡ്, പ്രീലോഡ്, കുക്ക്, പ്രീ കുക്ക്, മെയ്ഡ്, പ്രീ മെയ്ഡ്, പെയ്ഡ്, പ്രീ പെയ്ഡ്, സ്കൂൾ, പ്രീ സ്കൂൾ, ഹീറ്റ്, പ്രീ ഹീറ്റ്, സെറ്റ്, പ്രീ സെറ്റ്, സീസൺ, പ്രീ സീസൺ. കണ്ടോ, ഇതൊക്കെ വേർബിൽ പെടുന്ന. പ്രീപെയ്ഡ് ചെയ്യുക, പ്രീ സ്കൂൾ, നൗൺ ഉണ്ട്, വേർബ് ഒക്കെ ഉണ്ട്. അങ്ങനെ പ്രീ വെച്ചിട്ട്. പിന്നെ അപ്പിയർ, സോറി അപ്പിയർ ഡിസ്, നോക്കിയേ, ഡിസപ്പിയർ, അഗ്രി, ഡിസഗ്രി, ട്രസ്റ്റ്, ഡിസ്ട്രസ്റ്റ്, അലൗ, ഡിസലൗ, ലൈക്ക്, ഡിസ്ലൈക്ക്, ഓണസ്റ്റ്, ഡിസോണസ്റ്റ്, ലോയൽ, ഡിസ്ലോയൽ, ഒബൈ, ഡിസൊബൈ, ബിലീവ്, ഡിസ്ബിലീവ്, റെസ്പെക്ട്, ഡിസ്റെസ്പെക്ട്. ഇതൊക്കെ ഉണ്ടോ ഡിസ് വെച്ചിട്ടുള്ള യൂസേജസ് ആണ്. ഇനി നമുക്ക് സഫിക്സിന്റെ കൂടെ മീനിങ് നോക്കാം കേട്ടോ. ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അതിൽ നമുക്ക് സഫിക്സുകളുടെ മീനിങ് കുറച്ചുകൂടെ നോക്കാനില്ലേ. അപ്പോൾ നമുക്ക് ആ സഫിക്സുകളുടെ മീനിങ് ഒന്ന് നോക്കണ്ടേ ഡീറ്റെയിൽ ആയിട്ട്. സോ ലെറ്റ്സ് ലുക്ക് അറ്റ് ദാറ്റ്. സഫിക്സുകളുടെ നോക്കിയേ, ഏജ്, എ ജി കേട്ടോ, ഏജ് അല്ല എ ജി നോക്കാം കേട്ടോ. അപ്പൊ എ ജി വരുന്നതിന് അർത്ഥം ഒരു റിസൾട്ടാണ്, ഇങ്ങനെ ഒരു അതിൻ്റെ ഒരു ഔട്ട്കം എന്ന അർത്ഥത്തിൽ, റിസൾട്ടോ അല്ലെങ്കിൽ ഔട്ട്കം, ഒരു ഔട്ട്കം ആണ് എന്നുള്ള അർത്ഥത്തിലാട്ടോ വരിക. ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് അല്ലെങ്കിൽ ഔട്ട്കം എന്ന അർത്ഥത്തിലാണ് മീനിങ് വരിക. അപ്പോൾ ആ സഫിക്സിന്റെ മീനിങ് അനുസരിച്ച് എക്സാമ്പിൾ നോക്കിയാൽ റെക്കേജ്, ഷോർട്ടേജ് അങ്ങനെയൊക്കെ പറയില്ലേ, അത് നോക്കാം. ANC ആക്ഷൻ അല്ലെങ്കിൽ ഒരു അവസ്ഥ കേട്ടോ. ഇമ്പോർട്ടൻസ് അല്ലെ, നമ്മൾ നേരത്തെ കണ്ടു. ആംബിയൻസ് അല്ലെ, അതല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ഗൈഡൻസ് ഒക്കെ ഒരു അവസ്ഥയ്ക്ക് പറയുന്ന അല്ലെ, അല്ലെ ഗൈഡൻസ്. നോക്കാം, പിന്നെ ANT ഒരു വ്യക്തികളെ പറ്റി പറയാം. അസിസ്റ്റന്റ്, ഓക്യുപ്പന്റ് അല്ലെ, നമ്മൾ പറയുന്ന ഓക്യുപ്പന്റ്. ANT വാക്കുകളൊക്കെ നമ്മൾ നോർമലി ഒരു നൗണിനെ പറ്റി പറയാൻ, ഒരു വ്യക്തിയെ പറയാനാണ് ഉപയോഗിക്കുന്ന. നൗണാണ് ഒരു വ്യക്തിയെ പറ്റി. ഈ വരുന്നതും ആളെ കേട്ടോ. റെഫറി, നമ്മൾ പറയില്ലേ റെഫറി പറയില്ലേ, എംപ്ലോയി, പേഴ്സൺ ആണല്ലോ, എംപ്ലോയി, റെഫറി അല്ലെ. ഓക്കെ, ENC അവസ്ഥ തന്നെയാണ്. ഡിഫറൻസ്, പേഷ്യൻസ്, ആംബിയൻസ്, ഗ്രീവൻസ് അല്ലെ. ER OR ഒക്കെ പേഴ്സൺ ആണ്. ടീച്ചർ അല്ലെ, ഡോക്ടർ, ഓർ ഉണ്ട് ഉറപ്പിച്ചോ, സഫിക്സ് ഉണ്ട് ഉറപ്പിച്ചോ, വ്യക്തിയെ പറ്റി. ക്രിയേറ്റർ അല്ലെ, ക്രിയേറ്റർ പറയും അല്ലെ, കൊളാബറേറ്റർ ഒക്കെ പറയില്ലേ. ER ബൈ പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് പ്ലേ അല്ലെ, ടൈപ്പ് അല്ലെ പ്ലേസ് ഓഫ് വർക്ക് ആണ്. ബേക്കറി അല്ലെ, നമ്മൾ പറയും ഗ്രാനറി അല്ലെ, ഗ്രെയിൻസ് ഒക്കെ വെക്കുന്ന സ്ഥലം ഗ്രാനറി. ബേക്കറി, ബേക്ക് ചെയ്യുന്ന സ്ഥലം അല്ലെ. ESS ഒരു ഫെമിനിൻ ഫോമിന് പറയും കേട്ടോ, വെയിട്രസ്. അത് മാത്രമല്ല, വെയിട്രസ് നമ്മൾ അതുപോലെ തന്നെ പോയറ്റസ് അങ്ങനെയൊക്കെ പറയുന്ന പോലെ തന്നെ, അല്ലെങ്കിൽ എംപ്രസ് ഒക്കെ പറയുന്ന പോലെ അല്ലാതെ അവസ്ഥയ്ക്കും പറയും കേട്ടോ. ഈ NESS നമ്മൾ നേരത്തെ കണ്ടു, സ്റ്റേറ്റ് പറയാൻ വേണ്ടിയിട്ട് ഒക്കെ. ഫുള്ള്, ആസ് മച്ച് എസ് വിൽഫുൾ അല്ലെ, സ്പൂൺഫുൾ പിന്നെ പറയില്ലേ. അതുപോലെ ഹെൽപ്ഫുൾ, നിറച്ചും എന്നുള്ള അർത്ഥത്തിലാണ്. ING വരുന്നത് സ്റ്റേറ്റ് പറയാനാണ്. പെയിന്റിങ് അല്ലെ, അല്ലെങ്കിൽ സ്വിമ്മിങ്, സ്വിമ്മിങ്, റണ്ണിങ്. ION വാക്കുകൾ SION ആയാലും TION ആണ് അല്ലെ. ഡെക്കറേഷൻ, ഒക്കേഷൻ, പ്രോസസ്, അവസ്ഥ, റിസൾട്ട് ഒക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കും. അപ്പൊ ഇതൊക്കെ എന്തിൽ പെടുന്നതാണ്, നമ്മുടെ സഫിക്സിന്റെ മീനിങ് അനുസരിച്ച്. ഇനി പ്രിഫിക്സിന്റെ കൂടെ മീനിങ് അനുസരിച്ച് കുറച്ച് നോക്കാം. ദാറ്റ് ഇസ് ആന്റി, അഗൻസ്റ്റ്, ആന്റി അല്ലെ, ആന്റി ഫ്രീസ്, ആന്റി തീസിസ്. കണ്ടോ, ആന്റി എന്നുള്ള യൂസേജ് ഉണ്ടോ, അതാണ്. പിന്നുള്ളത് ഡി, അതെന്താ ഓപ്പോസിറ്റ് എന്നർത്ഥം. ഡികോഡ്, ഡീകമ്പോസ് അല്ലെ, ഡിഫ്യൂസ്, ഡിസോ നോട്ട് അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഓഫ് എന്ന് പറയാം. ഡിസ്കണക്ട്, കണക്ട്, ഡിസ്കണക്ട്. എംബാർക്ക്, ഡിസെംബാർക്ക് അല്ലെ. എം, കോസ്റ്റ്യൂം, എംബ്രേസ് ചെയ്യുക, കാരണമാക്കുക അല്ലെ, എംഫസൈസ് ചെയ്യുക, അങ്ങനെയൊക്കെ. എൻലാർജ് ചെയ്യുക, കോസ്റ്റ് സെയിം, എൻലാർജ് ചെയ്യുക, എൻകൗണ്ടർ ചെയ്യുക, എൻകോഡ് ചെയ്യുക. പിന്നെ ഫോർ, ബിഫോർ അർത്ഥം വരുന്നതാണ്. ഫോർകാസ്റ്റ്, ഫോർ ഹെഡ്, ഫോർ സൈറ്റ് അല്ലെ. പിന്നെ ഇന്ന് വരുന്നതോ ഇതുപോലെ തന്നെ ഉള്ളിൽ എന്നുള്ള അർത്ഥത്തിൽ ഇൻഫീൽഡ്, ഇൻഫിൽട്രേറ്റ് അല്ലെ, ഇൻകൾക്കേറ്റ് അങ്ങനെയൊക്കെ പറയും. പിന്നെ ഇമ്മ് വരുന്ന യൂസേജും ഇന്ന് അടുത്ത് ഇങ്ങനെയുള്ള അർത്ഥത്തില. ഇം, നോട്ട് അല്ലെ, നോട്ട് എന്ന അർത്ഥത്തില. ഇമ്മിന് ഇങ്ങനെയല്ല, ഇമ്മിന് നോട്ട് എന്ന അർത്ഥത്തിലാണ് വരുന്നത്. നോട്ട്. ഇമ്പോസിബിൾ അല്ലെ, ഇമ്പോസിബിൾ. ബിറ്റ്വീൻ, ഇന്റർനാഷണൽ, ഇന്ററാക്ട് ഒക്കെ. മിഡ് നോക്കി മിഡിൽ അല്ലേ, മിഡ് ഡേ, മിഡ് വേ ഒക്കെ പറയും.
മിസ് റോങ്ലി മോശമായി പോയി അല്ലെ, മിസ് ഫയർ ചെയ്തു, മിസ് അണ്ടർസ്റ്റാൻഡ് ചെയ്തു എന്നൊക്കെ പറയില്ലേ. നോട്ട് നടത്തുവാണ് നോൺ സെൻസ്, നോൺ എക്സിസ്റ്റ് ഒക്കെ പറയില്ലേ. അതുപോലെ വേറൊരു നോണ് മാൽ, ഒരു നെഗറ്റീവ് യൂസേജ് മാൽ. നമുക്കത് മാലിന്റെ അർത്ഥം അറിയോ? മാൽ എന്ന് പറഞ്ഞാൽ റോങ്, തെറ്റ് അല്ലെ, അല്ലെങ്കിൽ എന്താ പറയാ, ഒന്നുകിൽ തെറ്റ് അല്ലെങ്കിൽ ബാഡ് എന്ന് പറയാം. മോശമായി പോയി അല്ലെ, ബാഡ് അല്ലെ. എക്സാമ്പിൾ മാൽ പ്രാക്ടീസ്. malfunction, function, maladroit, malnutrition, അങ്ങനെ. അപ്പോൾ കുറച്ച് എക്സാമ്പിൾസ് ഒക്കെ നോക്കാം. ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതിൻ്റെ നമുക്ക് എക്സാമ്പിൾസ് നോക്കിവിടാം. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് വേർഡ്സ് en is not used as a prefix? ഇതിൽ ഏതിലാണ് ഇവിടെ ചോദിച്ചതിൽ en എന്ന ഇത് അറ്റാച്ച്മെന്റ് ആയിട്ട് യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യാത്ത? നോക്കണേ, നോട്ട് യൂസ് as a prefix. ചോദ്യം ഇതാണ്, നോട്ട് യൂസ് as a prefix. നമ്മൾ അണ്ടർലൈൻ ചെയ്ത് ചെയ്യേണ്ട കാര്യമാണ്, നോട്ട് യൂസ്ഡ് as a prefix. പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിച്ചിട്ടില്ല, നോട്ട്. ഇതാണ് നമ്മുടെ ക്ലൂ. ശ്രദ്ധിക്കേണ്ടത് അവിടെയാണ്. enlist, encourage, engulf, envy. ഇതിൽ ഏതാണ്? ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് നമ്മളോട് അല്ലെ, ചോദിച്ചിട്ടുള്ള ചോദ്യം. കൃത്യമായിട്ട് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ഇങ്ങനെ. നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? നോക്കാം. enlistല് ഒറ്റ വാക്കുണ്ട്, നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ലിസ്റ്റ് എന്നൊരു വാക്കുണ്ട് ഇവിടെ അല്ലെ. എൻകറേജില് കറേജ്, ഗൾഫ് എന്നൊരു വാക്ക് ഫുൾ വേർഡ് ഉണ്ട്. envyയിൽ എന്തെങ്കിലും വി വൈ ഫുൾ വേർഡ് ആണോ? റൂട്ട് വേർഡ് ആണോ? ഒരു മെയിൻ വേർഡ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇവിടെ നമുക്ക് ഏതാ ഇല്ലാത്ത? ദാറ്റ് ഈസ് envy. envy ഒറ്റ വാക്ക, ജലസി എന്ന അർത്ഥത്തില്ല, അല്ലെ നമുക്ക് ഒരാളുടെ കുശുമ്പ് എന്ന അർത്ഥത്തില്ല ചോദിക്കാം. അതിൽ പ്രത്യേകിച്ച് ഒരു വേർഡ്. വേറൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. Which among these ഇതിൽ ഏതാണ് doesn't use ex as a prefix? പ്രിഫിക്സ് ഉപയോഗിക്കുക, ex എന്നത് പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിക്കാത്ത വാക്യത്തിൽ ഏതൊക്കെയാണ് ചോദ്യം. ഓപ്ഷൻസോട്ട് വന്നാൽ external, exterminate, extra,
Exminster. Prefix ആയിട്ട് യൂസ് ചെയ്ത് വാക്കിയത്. ഡസൻറ്റ് ആണ്, അപ്പൊ നെഗറ്റീവ് വന്നിട്ടുണ്ട്. ഡസൻറ്റ് പ്രിഫിക്സ് ആയിട്ട് യൂസ് ചെയ്യാത്ത ഏതാണ് ചോദ്യം. സിമിലർ ടൈപ്പ് ഓഫ് ചോദ്യം. നോക്കാം. ഇന്റേണൽ അല്ലെ, ടേണൽ എക്സ്റ്റേണൽ പുറത്തോട്ടുള്ളത്, ഇന്റേണൽ ഉള്ളിലോട്ടുള്ളത്. അപ്പൊ എക്സും ഇന്നും രണ്ടും എക്സിറ്റ് എന്ന അർത്ഥത്തിൽ വരുന്നതാണ്. നെഗറ്റീവ് ഉണ്ട്, പ്രിഫിക്സുകളാണ് അല്ലെ. ഇവിടെ എക്സ്റ്റേർമിനേറ്റ് പ്രിഫിക്സ് ആണ് അല്ലെ, ഇതൊക്കെ പ്രിഫിക്സ്. എക്സ്റ്റേർമിനേറ്റ്, എക്സ്മിനിസ്റ്റർ, എക്സ്റ്റേണൽ ഒക്കെ അതെ. എക്സ്ട്രാ അങ്ങനെയാണോ? അല്ല, എക്സ്ട്രാ പ്രിഫിക്സ് ഇല്ലാത്തൊരെണ്ണമാണ്. സോ ആൻസർ ഇസ് എക്സ്ട്രാ. അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഇസ് എ പ്രിഫിക്സ് ഇൻ ഡിസ്അസോസിയേറ്റ്? ഡിസോസിയേറ്റിലെ പ്രിഫിക്സ് ഏതാ? അങ്ങോട്ട് associate as പ്രിഫിക്സിൽ ഏതാ? കഴിഞ്ഞ എക്സാമിന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ഏതാണ് പ്രിഫിക്സ് എന്നൊരു ചോദ്യം വന്നിരുന്നു. ഇതിൽ ഏത് വാട്ട് ഈസ് പ്രിഫിക്സ് എന്നൊരു ഡെഫിനിഷനോട് വന്നിരുന്നു. അങ്ങനെയും നമുക്ക് ശ്രദ്ധിക്കാം. ഇല്ല നോക്കിയേ, ഇതിൽ വേറെ ഒന്നും നോക്കാനില്ല. എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഡിസ് ആണ് ഇവിടുത്തെ പ്രിഫിക്സ് വരുന്നത് അല്ലേ. എയ്റ്റോ അത് വരില്ല. എന്താ പറയുക, അസോ എയ്റ്റ് പറയുമ്പോൾ മീനിങ് അങ്ങനെയൊന്നുമില്ല അതിൽ. അത് സഫിക്സ് ആണ്. പിന്നെ വരുന്നൊക്കെ സഫിക്സുകളായിരിക്കും. അപ്പോൾ ആൻസർ എന്തായാലും ഇവിടെ വരും, എന്തോ ഡിസ് എന്നുള്ളത്. That's it. At the ultrasonic waves dash able the bats to locate objects. ഇവിടെ എന്ത് വരും? ഇന്നാണോ, ഡിസ് ആണോ, എൻ ആണോ, അണ്ണാണോ? ഇതിൽ ഏത് പ്രിഫിക്സാണ് വരുന്നത്? ഫുൾ സ്റ്റോപ്പിന് കുറവുണ്ടല്ലോ, ഫുൾ സ്റ്റോപ്പ് ഇട്ടല്ലോ. ഏത് കൊടുക്കാം? അൾട്രാസോണിക് വേവ്സ് enable, disable, enable, unable. ഒബ്ജക്റ്റ് ലൊക്കേറ്റ് ചെയ്യാൻ ബാറ്റ്സിനെ ഹെൽപ്പ് ചെയ്യും അൾട്രാസോണിക് വേവ്സ്. പറ്റും, അത് പോസിറ്റീവ് സെൻസിലാണ് പറയുന്നത്. എനേബിൾ ചെയ്യാം.
ഇത് വേർബാണ്, എനേബിൾ വേർബാണ്, വേർബ് ഫോർമുലേഷൻ. അപ്പോൾ എനേബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ എന്നോട് ഇട്ട് കൊടുക്കുമ്പോൾ ഇതൊരു വേർബ് ഫോർമുലേഷൻ ആയിട്ട് മാറും, എനേബിൾ ചെയ്യുക. പക്ഷെ നമ്മൾ നേരത്തെ പഠിച്ച വേർഡ്സ് ഉണ്ടല്ലോ, നമ്മൾ കുറേ വേർഡ്സ് ഇപ്പോൾ പഠിച്ചതിൽ എക്സാമ്പിൾ പറയാം, നമ്മൾ നേരത്തെ കണ്ടതിൽ ഇപ്പോൾ ഏബിൾ കാണിച്ചു തരാം. ഏബിൾ എന്നതിനെ നമുക്ക് പല രീതിയിൽ എഴുതാം കേട്ടോ. നോക്കാം, ഏബിൾ വെച്ചിട്ട് ഞാൻ പലതും കാണിച്ചു തരാം. 3 രീതി നമുക്ക് കാണിച്ചു തരാം. മൂന്ന് പാർട്സ് ഓഫ് സ്പീച്ച് ആണ് കേട്ടോ. ഏബിൾ അല്ല, ഇവിടെ എബിലിറ്റി കൊടുക്കാം. എബിലിറ്റി കൊടുക്കാം. അപ്പോൾ നമുക്കതിൻ്റെ പ്രിഫിക്സ് ഒക്കെ വെച്ച് കാണിച്ചു തരാം. ഇനി ഞാനിവിടെ കൊടുക്കുകയാണ് unable, disable, disable ചെയ്യുക verb കേട്ടോ, disable ചെയ്യുക verb. Unable adjective, ability, inability. enable പോസിറ്റീവ് മീനിങ് ആണ് അല്ലേ, എൻ പോസിറ്റീവ് മീനിങ്. ഇനബിലിറ്റി എന്താണ്? നൗൺ. ഇനബിലിറ്റി നൗൺ ആണ് അല്ലേ. ഇനി ഇപ്പൊ കണ്ടില്ലേ, ഡിസേബിളിന്റെ ഓപ്പോസിറ്റ് ആണ് എനേബിൾ ചെയ്യുക. എനേബിൾ ചെയ്യുക പോസിറ്റീവ് മീനിങ്, അതിന്റെ ഓപ്പോസിറ്റ് ആണ് സോറി വേർബാന്ന് ഞാൻ പറഞ്ഞത്, 2 വേർബാണ്. എനേബിൾ ചെയ്യുക സഹായിക്കുക, എൻഹാൻസ് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക. ഡിസേബിൾ ചെയ്യുക അതിനെ ഇതാക്കി കളയുക, എന്നിട്ട് വീഡിയോ ആക്കി കളയുന്ന പോലെ ആ ഒരു അർത്ഥം. മീനിങ് ക്ലിയർ അല്ലേ? അടുത്ത് നോക്കാം. ഇതൊക്കെ വരുന്നതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രിഫിക്സ് ക്യാൻ ബി ആഡഡ് ടു ദ വേർഡ് റെഗുലർ ടു ഫോം ഇറ്റ്സ് ഓപ്പോസിറ്റ്? റെഗുലർ, ഇൻ, ഇൻറെഗുലർ, ഇറഗുലർ, ഇംറെഗുലർ, ഇൽറെഗുലർ. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റി. എന്താണ്? ഇറഗുലർ. ഓഫ് കോഴ്സ് ഇറ്റ് ഇസ് ഇറഗുലർ. ഇറഗുലർ, റെഗുലർ, റെഗുലർ മീനിങ് നെഗറ്റീവായി. ഇനി മീനിങ് എന്താ പറ്റിയത്? Use the prefix and suffix. Forget, unforgettable, unforgetting, disforgetting, misforgettable. രണ്ടും വരും അല്ലേ, സഫിക്സും പ്രിഫിക്സും ആഡ് ചെയ്തെന്ന് വരും. അൺഫർഗറ്റബിൾ അല്ലേ, അൺഫർഗറ്റബിൾ ഒരിക്കലും ഫോർഗെറ്റ് ചെയ്യാൻ പറ്റാത്തത്. അൺ നെഗറ്റീവ് പ്രിഫിക്സ്, സഫിക്സ് ഏതാ? ABLE, അൺഫർഗറ്റബിൾ, എന്നെ കൊണ്ട് മറക്കാൻ പറ്റാത്തത് അല്ലേ. This is the answer. Add a prefix to get the opposite meaning of the word grace: ungrace, disgrace, misgrace, ingrace. ഗ്രേസ് അല്ലെ, ഗ്രേസ് എന്ന വാക്കിന്റെ ഇതുമായിട്ട് വരുന്നത് ഈ അൺഫർഗറ്റബിൾ പോലെ അൺഫർഗിവബിൾ, ഡിസപ്പോയിൻമെന്റ് ഒക്കെ വരുമ്പോഴേ ഇറിട്രീവബിൾ, എന്താ പറയാ, ഇറസ്പോൺസിബിൾ. അതിൽ ഇതുപോലെ ഇപ്പൊ കണ്ട പോലെ ഡിസപ്പോയിൻമെന്റ് ഞാൻ നെക്സ്റ്റ് എക്സാമ്പിൾ എഴുതി തരാം. അപ്പോയിന്റ്, disappointment, MENT, പ്രിഫിക്സ്, സഫിക്സ്, പ്രിഫിക്സ് ഡിസ്. കണ്ടോ, ഇതുപോലെ വരാം കേട്ടോ, രണ്ടും കൂടെ ആളുള്ള സാധനം വരും കേട്ടോ.
ഇറിട്രീവബിൾ ഒക്കെ വരും. അതുപോലെ ഗ്രേസ്, ഡിസ്ഗ്രേസ് അല്ലെ, യു ആർ എ ഡിസ്ഗ്രേസ് ടു അവർ സൊസൈറ്റി, യു ആർ എ ഡിസ്ഗ്രേസ് ടു അവർ ഫാമിലി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ മറ്റുള്ളവരെ പറ്റി പറയാറില്ലേ. സോ അത് അതിന് പ്രിഫിക്സ് കൂടെ വന്ന് എന്ത് വരും, ഡിസ്ഗ്രേസ്ഫുൾ അല്ലെ, ഡിസ്ഗ്രേസ്ഫുൾ. ആഡ് എ പ്രിഫിക്സ് ടു ഗെറ്റ് ഓപ്പോസിറ്റ് മീനിങ് ഓഫ് ദ വേർഡ് ABLE. നേരത്തെ കണ്ടോ, ABLEയുടെ ഓപ്പോസിറ്റ് വരണമെങ്കിൽ എന്ത് കൊടുത്താൽ മതി, ഏബിൾ. ഏബിളിന്റെ ഓപ്പോസിറ്റ് വരുത്താൻ എന്ത് കൊടുത്താൽ മതി, അണേബിൾ കൊടുത്താൽ മതി അല്ലേ. ഏബിളിന്റെ നെഗറ്റീവ് ആക്കണമെങ്കിൽ അണേബിൾ കൊടുക്കുക, ഇനേബിൾ കൊടുക്കില്ല, എനേബിൾ കൊടുക്കില്ല, മിസേബിൾ കൊടുക്കില്ല. എനേബിൾ പറഞ്ഞാൽ ഒരിക്കലും അതിന്റെ, ഇനി എനേബിൾ ഉണ്ടെങ്കിലും അത് തെറ്റാട്ടോ. ഇപ്പൊ എനേബിൾ എന്നൊരു വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് തെറ്റാ. കാരണം ഡിസേബിൾ ചെയ്യുക എന്നുള്ളത് ഏബിളിന്റെ ഓപ്പോസിറ്റ് അല്ല അല്ലെ. ഞാൻ പറഞ്ഞു ഡിസേബിൾ എന്ന് പറഞ്ഞാൽ എന്തിന്റെ ഓപ്പോസിറ്റാ, ഡിസേബിൾ ഓപ്പോസിറ്റാ, എന്തിന്റെ ഓപ്പോസിറ്റാ, എനേബിളിന്റെ ഓപ്പോസിറ്റാ അല്ലെ. എനേബിളിന്റെ ഓപ്പോസിറ്റാണ് ഡിസേബിൾ അല്ലെ. ഏബിളിന്റെ നെഗറ്റീവ് ആക്കണമെങ്കിൽ ഏത് വാക്ക് വരണം ചോദിച്ച ട്രിക്കി ചോദ്യമാണേ, ഒന്ന് ശ്രദ്ധിച്ചിട്ട്, ട്രിക്കി ക്വസ്റ്റൻസ് ആണ്. എനേബിൾഡ് ഓപ്പോസിറ്റ് ആണ് ഡിസേബിൾ, ഏബിളിന്റെ ഓപ്പോസിറ്റ് ആണ് അൺഏബിൾ. അപ്പോൾ ഈ ഏബിളിന് ഏത് പ്രിഫിക്സ് ഇട്ട് കൊടുത്താൽ അതിന് നെഗറ്റീവ് വരിക, ഓപ്പോസിറ്റ് പ്രിഫിക്സ് ഇട്ടാൽ അതിന് നെഗറ്റീവ് വരിക. അൺഏബിൾ ഇട്ട് കൊടുക്കുമ്പോഴാണ് നെഗറ്റീവ് വരിക. ഏബിൾ അൺഏബിൾ അല്ലെ, അതിന്റെ ഓപ്പോസിറ്റ് എന്താ ചോദിച്ചാൽ നമുക്ക് എന്ത് കിട്ടും, എന്താ, ഏബിൾ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് അൺഏബിൾ, ദാറ്റ്സ് ഇറ്റ് അല്ലെ. അടുത്തത്, the prefix homo means the same, different, simple, none of these. ഹോമോ എന്ന് പറഞ്ഞാൽ സിമിലർ അല്ലെ, ഹോമോസെക്ഷൽ എന്ന് പറയില്ലേ. അപ്പൊ എന്താ ഹോമോ എന്ന് പറഞ്ഞാൽ സിമിലർ എന്നാണ് അർത്ഥം അല്ലെ, സിമിലർ അല്ലെ സെയിം. ഡിഫറെന്റിന്റെ അർത്ഥം പറ്റുന്ന ഏതാ, ഹെറ്ററോ. ഹെറ്ററോ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് അല്ലെ. അടുത്തത്, ഫൈൻഡ് ദ ഓപ്പോസിറ്റ്, ഫൈൻഡ് ദ ഓപ്പോസിറ്റ് ആഡിങ് സഫിക്സ് TIDY എന്നുള്ള സഫിക്സ് ആഡ് ചെയ്യുമ്പോൾ വരുന്ന ഓപ്പോസിറ്റ് ഏതാ, ഇൻടൈഡി, ഡിസ്റ്റൈഡി, അൺടൈഡി, മിസ്റ്റൈഡി. അൺടൈഡി അല്ലെ, വളരെ അൺടൈഡി ആയിട്ടുള്ള റൂമാണെന്നൊക്കെ നമ്മൾ പറയില്ലേ, അൺടൈഡി. പെട്ടെന്ന് തന്നെ ഐഡന്റിഫൈ, സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പോകാം. അതുപോലെ പ്രൊഫിക്സ് ഓപ്പോസിറ്റ് മീനിങ് വരുന്ന ഗ്രാറ്റിറ്റ്യൂഡിന്റെ കൂടെ അൺഗ്രാറ്റിറ്റ്യൂഡ്, മിസ്ഗ്രാറ്റിറ്റ്യൂഡ്, ഡിസ്ഗ്രാറ്റിറ്റ്യൂഡ്, ഇൻഗ്രാറ്റിറ്റ്യൂഡ് കേട്ടുണ്ടോ. ഗ്രാറ്റിറ്റ്യൂഡ് നന്ദി, ഇൻഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ്, ഇൻഗ്രാറ്റിറ്റ്യൂഡ്. ഇൻ മെനി കൺട്രീസ് ഇറ്റ് ഈസ് ഡാഷ് ലീഗൽ ടു കീപ് എ ഗൺ ഇൻ യുവർ ഹൗസ്. ലീഗലിന്റെ ഓപ്പോസിറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞു, ഇല്ലീഗൽ അല്ലെ. പ്രിഫിക്സ് ഇട്ടാൽ ലീഗൽ ഇട്ടു, ലീഗൽ, ഇല്ലീഗൽ, ലെജിറ്റിമേറ്റ്, ഇല്ലെജിറ്റിമേറ്റ് പറഞ്ഞില്ലേ ആ സാധനം. ലിറ്ററേറ്റ്, ഇല്ലിറ്ററേറ്റ് പറഞ്ഞു. നോക്കൂ അടുത്തത്, ഫൈൻഡ് ദ പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ഇൻ ദ വേർഡ് എൻജോയ്മെന്റ്. എൻജോയ്മെന്റില് സഫിക്സും പ്രിഫിക്സും ഉണ്ടോ അല്ലെ, ഉണ്ടെങ്കിൽ സഫിക്സ് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ സഫിക്സ് ആൻഡ് പ്രിഫിക്സ് ഉണ്ട്, പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ഉണ്ട്, പ്രിഫിക്സ് ഉണ്ട്. ഏതാ എൻജോയ്മെന്റില്, എൻജോയ്, ജോയിയുടെ കൂടെ മുമ്പിട്ടേക്കാം എന്നിട്ടു, ഓക്കെ ആണോ, അല്ല. എൻജോയ് ഒറ്റ വാക്കാം, എൻജോയ്, എൻജോയ് ചെയ്യുക വേർബ്. എൻജോയ് നൗൺ അല്ലെ, എൻജോയ് എന്ന വേർബിന്റെ കൂടെ MENT ഇട്ട് കൊടുത്താലാണ് അത് നൗൺ ആയി മാറുക അല്ലെ. MENT എന്ന് പറയുന്ന ഒരു സഫിക്സ് മാത്രമേ ഇവിടെ ഉള്ളൂ അല്ലെ. MENT എന്ന് പറയുന്ന സഫിക്സ് മാത്രമേ ഉള്ളൂ. ആ MENT എന്നുള്ള സഫിക്സ് ഇട്ട് കൊടുക്കുമ്പോഴാണ് അതെന്തായി മാറുന്നത്, അതൊരു നൗൺ ആയിട്ട് മാറുന്നത്. എൻജോയ്മെന്റ് അല്ലെ, എൻജോയ് എന്ന് പറയുന്ന വേർബാണ്, എൻജോയ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായി, അത് നൗൺ ആയി. ഡിഫറൻസ് ക്ലിയർ അല്ലേ, ക്ലിയർ അല്ലേ, ദാറ്റ്സ് ക്ലിയർ. അപ്പൊ അവിടെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടി. ഇനി നമുക്ക് ഏതാണ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. യെസ്, ഹുഡ് ഇൻ ദ വേർഡ് ചൈൽഡ്ഹുഡ് ഈസ് എ ഡാഷ്. പ്രിഫിക്സ്, പ്രിപ്പോസിഷൻ, സഫിക്സ്, നൺ ഓഫ് ദി അബവ്. ചൈൽഡ് ഒറ്റ വാക്കുണ്ട്, അതിൻ്റെ കൂടെ ഹുഡ് വന്നു, എന്തായി, റോബിൻ ഹുഡ്, ചൈൽഡ്ഹുഡ്, നെയ്ബർഹുഡ് അല്ലെ. ഓഫ് കോഴ്സ് എന്താ അത്, സഫിക്സ് ആണ്. ആഡ് ചെയ്ത സഫിക്സ് ആണെന്നുള്ളത് മനസ്സിലാവില്ലേ. ഒരു പ്രിപ്പോസിഷൻ ആണോ അത്, ഹുഡ് ഒരു പ്രിപ്പോസിഷൻ ആണോ, അല്ല. നമുക്കതിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ നമ്മളെ കൊണ്ട് പറ്റും അല്ലെ. ബ്രദർഹുഡ്, മദർഹുഡ് അല്ലെ, റോബിൻഹുഡ് അല്ലെ, നെയ്ബർഹുഡ്, ബ്രദർഹുഡ്, മദർഹുഡ്, ഫാദർഹുഡ് അല്ലെ, ത്രൂ. ഓക്കെ, അപ്പൊ ക്ലാരിറ്റി കിട്ടിയെന്ന് വിചാരിക്കുന്നു ഏകദേശം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സമയമായി, നമുക്കൊന്ന് വൈൻഡ് അപ്പ് ചെയ്യാം. നെക്സ്റ്റ് എനിക്കൊരു ക്ലാസ് ഉണ്ട് കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്, ബൈ.